ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. യോശുവയുടെ പുസ്തകം 11-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 11-ാം അധ്യായത്തിലും അവരെ എതിർക്കുന്ന ചില രാജാക്കന്മാരെയും രാജ്യങ്ങളോട് യുദ്ധം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ്. ഹാസോർ രാജാവായ യാബീൻ്റെ നേതൃത്വത്തിൽ കുറേ രാജാക്കന്മാർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വീണ്ടും ഒരുമിച്ച് കൂടുകയാണ്. ഇസ്രായേലിൻ്റെ ഈ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ എത്രയോ രാജാക്കന്മാരെ, എത്രയോ രാജ്യങ്ങളെ അവർക്ക് അതിജീവിക്കേണ്ടി വരുന്ന അവർക്കെതിരായിട്ടുള്ളതിനെ പുതിയ നിയമവുമായി നമ്മളിതിനെ ചിന്തിക്കുമ്പോൾ നമുക്കിത് തന്നെയാണ്. എല്ലാ ദിവസവും പൈശാചിക ശക്തികളെ നമുക്ക് അതിജീവിക്കേണ്ടി വരുന്നുണ്ട്. ഒരു ദിവസം പ്രലോഭനത്തെ അതിജീവിച്ചു എന്ന് വിചാരിച്ചെന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാനാവില്ല. എല്ലാ ദിവസവും പൈശാചിക ശക്തികൾ നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കും. അതിനെ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും ദൈവം നമ്മോടുകൂടെ ഉണ്ടാവണം. നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കണം. ഇസ്രായേൽ ജനത്തിന് അതുകൊണ്ടാണ് അത് സാധിച്ചതെന്ന് നമുക്കറിയാം. കർത്താവ് മോശയോട് അരുളിച്ചത് 15-ാം വാക്യം നമ്മൾ വായിക്കുന്നു. മോശ യോശുവയോട് കൽപ്പിച്ചു, ജോഷുവ അതെല്ലാം അനുസരിച്ച് ഒന്നും ചെയ്യാതിരുന്നില്ലെന്നാണ്. അത് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് സ്ത്രീഹന്മാരോട് കൽപ്പിച്ചു, സ്ത്രീഹന്മാർ നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചു, അവരതൊന്നും ചെയ്യാതിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർക്ക് പൈശാചിക ശക്തികളെ അതിജീവിച്ച് വിശ്വാസത്തിൽ ജീവിക്കാൻ സാധിച്ചത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലും ഒരുപാട് പ്രതിസന്ധികളെ ശാരീരികവും മാനസികവും ആത്മീയമായ തലങ്ങളിൽ നമുക്ക് നേരിടേണ്ടി വരും. അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവികമായ കൽപ്പന അനുസരിച്ച്, പിതാക്കന്മാരുടെ പഠിപ്പിക്കലനുസരിച്ച് നമുക്ക് ജീവിക്കുവാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ നമുക്കതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഇസ്രായേലിൽ യുദ്ധം ചെയ്യാത്തത് ഗിബെയോന്യരോട് മാത്രമാണ്. കാരണം അവർ വന്ന് ഇവരുമായിട്ടൊരു സമാധാന ഒരു കരാറുണ്ടാക്കി, ഉടമ്പടി ചെയ്തു. പക്ഷെ അവർ പിന്നെ ഇസ്രായേൽ ഉപയോഗിച്ച് അവർക്ക് വെള്ളം കോരുവാനും വിറക് വെട്ടുവാനുമുള്ള അവർക്ക് വേണ്ടതായ വേല ചെയ്യുന്നതിന് വേണ്ടി അവരെ ഉപയോഗിച്ചു. അവർ ഇസ്രായേലിന് പിന്നെ ഒരിക്കലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളിവിടെ വായിക്കുന്നു, പിശാചിനെ ഇസ്രായേലിനെതിരായ രാജ്യങ്ങളൊക്കെയും നശിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചു എന്നാണ്. ഇതുപോലെയാണ് നമ്മൾ മുഖാന്തരം പൈശാചിക ശക്തികളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ വലിയ നിശ്ചയമാണ്. അത് പ്രാർത്ഥനയിലൂടെ, ദൈവവചന ധ്യാനത്തിലൂടെയൊക്കെയാണ് നമുക്ക് സാധിച്ചെടുക്കേണ്ടത്. നമ്മളും ഓരോ ദിവസവും ഈ പൈശാചിക ശക്തികളെ അതിജീവിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നാളെ മുതൽ സഭയിലെ വലിയ നോമ്പ് ആരംഭിക്കുകയാണ്. എന്താണ് നോമ്പ്? പൈശാചിക ശക്തികളെ അതിജീവിക്കുവാനുള്ള വലിയൊരു അവസരമാണ്. നമ്മുടെ കർത്താവ് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതിനുശേഷം കർത്താവ് 3 പരീക്ഷകളെ അതിജീവിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. 1 ശാരീരിക തലത്തിലും, 2 മാനസിക തലത്തിലും, 3 ആത്മീയ തലത്തിലുമുള്ളതായ പരീക്ഷകളായിരുന്നത്. അതാണ് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ വൃക്ഷഫലം കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കണ്ട് സ്ത്രീ പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു എന്നാണ്. തിന്നാൻ രുചിയുള്ളത് എന്നുള്ളത് ശാരീരിക തലത്തിലും, കാണാൻ ഭംഗിയുള്ളത് എന്നുള്ളത് മാനസിക തലത്തിലും, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്നുള്ളത് ആത്മീയ തലത്തിലുമുള്ളതായ ഒരു പ്രലോഭനമാണ്. ഈ 3 പ്രലോഭനങ്ങളെയാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറഞ്ഞത്. ഉപവസിച്ച് പ്രാർത്ഥിച്ചവനായ കർത്താവിനോട് പിശാച് പറഞ്ഞത്, ഈ കല്ല് നീ അപ്പമാക്കി നീ ഭക്ഷിക്കുക. അത് ശാരീരിക തലത്തിലുള്ള ഒരു പ്രലോഭനം. ദേവാലയ അഗ്രത്തിൽ ചാടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ പറഞ്ഞത് മാനസിക തലത്തിലുള്ളതായ ഒരു പ്രലോഭനം. എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞത് ആത്മീയ തലത്തിലുള്ള പ്രലോഭനം. ആ 3 പ്രലോഭനങ്ങളെ കർത്താവിന് അതിജീവിക്കാൻ സാധിച്ച് ഉപവാസത്താലും പ്രാർത്ഥനയാലുമാണ്.
അതുകൊണ്ട് കർത്താവ് നമ്മളോടും പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ പൈശാചിക ശക്തികളെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കുകയില്ല. അപ്പം സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള ഒരു വലിയ ആയുധമാണ് പരിശുദ്ധ വലിയ നോമ്പ് അല്ലെങ്കിൽ നോമ്പിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള 40 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമൊക്കെ നമ്മളായിരുന്നു കൊണ്ട് പൈശാചികമായ ശക്തികളെ അതിജീവിപ്പാൻ നമുക്കിടയാകണം. എല്ലാ ദിവസവും നമുക്കിതിനെ അതിജീവിക്കേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതായ ദിവസങ്ങളാണത്. നോമ്പിൻ്റെ പ്രാർത്ഥനകളും ശുശ്രൂഷകളെല്ലാം ആ രീതിയിലാണ് പരിശുദ്ധ സഭ പിതാക്കന്മാർ ക്രമീകരിച്ച് നമുക്ക് തന്നിട്ടുള്ളത്. അത് ദൈവം പറഞ്ഞതെല്ലാം മോശ ചെയ്തു, മോശ പറഞ്ഞതെല്ലാം യോശുവ ചെയ്തു, ഒന്നും ചെയ്യാതിരുന്നില്ല. കർത്താവ് അരുളി ചെയ്ത പ്രകാരം സ്ത്രീഹന്മാർ ചെയ്തു, സ്ത്രീഹന്മാർ പറഞ്ഞ പ്രകാരം നമ്മുടെ പിതാക്കന്മാർ ചെയ്തു, പിതാക്കന്മാർ പറഞ്ഞ പ്രകാരം നമ്മളും ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അനേക രാജാക്കന്മാരെ ദിവസവും ഇസ്രായേൽ ജനത്തിന് നേരിടേണ്ടി വരുന്നത് പോലെ പൈശാചിക ശക്തികളെ നമുക്കും നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് യുദ്ധഭൂമിയിലാണ്. ഓരോ ദിവസം പറഞ്ഞ പോലെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ആഗ്രഹിക്കാതെ തിന്മ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടാൽ പിന്നീട് ഈ പൈശാചിക ശക്തികളെ നമുക്ക് അതിജീവിക്കേണ്ട സാഹചര്യമില്ല. അതുകൊണ്ട് പ്രാർത്ഥനയും കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് പൈശാചികമായ ശക്തികളെ അതിജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ നോമ്പിൻ്റെ ദിവസം അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.